ലവ് FM 104.8 ഞാൻ ആർജെ വിനീതാണ്. കല്യാണങ്ങൾ പലപ്പോഴും ഈ ഒരു വാർത്തകൾ ഇടം പിടിക്കുക എന്ന് പറയുന്നത് അത് പതിവുള്ളൊരു കാര്യമാണ്. പപ്പടത്തിന് പേരിലൊരു തല്ലൂട്ടുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാരോട് പായസം ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അലമ്പുണ്ടാക്കിയിട്ടോ അങ്ങനെ കല്യാണങ്ങൾ ഒരുപാട് ഇങ്ങനെ വാർത്തകൾ നിറയാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു കല്യാണം നടന്നിരുന്നു, അത് ഭയങ്കരമായിട്ട് വൈറലായി. പക്ഷേ ഇതൊരു കലാപ കല്യാണമല്ല, ഒരു കാതൽ കല്യാണമാണ്. ആൻഡ് അങ്ങനെ ആ ഒരു വൈറൽ കല്യാണത്തിന്റെ കാരണക്കാരായിട്ടുള്ള രണ്ട് പേരല്ല ത്രിമൂർത്തികളാണ് ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഹലോ ഹായ്. അങ്ങനെ ഈ 8 ഹായ് ഇട്ടതാണ് ഇവരുടെ കാർന്നവരുടെ ഒരു ഭാഗത്ത് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റൊരുതൻ രാഹുൽ രവി അല്ലെ? ഞാൻ ഒറ്റൊരുതൻ. നമസ്കാരം. അയ്യോ 3 നമസ്കാരം ഇട്ടതിന് ശേഷം ഇനി ഈ 2 പേരിലേക്ക് നമുക്ക് എത്താം. മിലൻ ആൻഡ് രേവതി. ഹായ്. എന്തുണ്ട്? എന്തപ്പൊടി ഉണ്ടായി? ആര് പടക്കൊക്കെ പൊട്ടിച്ചേ? എന്തപ്പൊടി ഉണ്ടായേ? ഒന്ന് കല്യാണം കഴിച്ചതാ. കല്യാണം പലരും കഴിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇത് എന്ത് കഴിപ്പടത്? എല്ലാരും പറയാറുണ്ട് എങ്ങനെയെങ്കിലും വൈറലാവായി. ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞ് ഒതുങ്ങുന്ന, കല്യാണം കഴിച്ചിട്ട് വീണ്ടും വൈറലായോമാർ ഒതുങ്ങിയിട്ടുള്ള ഒരു കല്യാണത്തിലൂടെയാണ്. പക്ഷെ ഒതുങ്ങി നടന്ന 2 പേര് വൈറലായത് ഈ ഒറ്റ കല്യാണത്തിലൂടെയാണ്. എങ്ങനെ സോഷ്യൽ മീഡിയ എവിടെ നിന്നൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കല്യാണ ഫോട്ടോസ് വീഡിയോസ് അല്ലെ? ആരാണ് രേവതി, ആരാണ് മിലൻ? ആരാണത്? ഞങ്ങളാണ്. അതെ, ആ ഒരു മന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് ആ ഒരു മനയിൽ വേറിട്ട രീതിയിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വേറൊരു മൂഡില് ഒരു കല്യാണം വെക്കുന്നു അല്ലെ? അത് ഞാനിപ്പോ മിലനും ഞങ്ങൾക്കൊക്കെ വെഡിങ് കമ്പനി ആണല്ലോ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നടക്കാറുണ്ട് നമ്മളുടെ വെഡിങ് എങ്ങനെ ഏറ്റവും ഭംഗിയാക്കാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ മനയിലേക്ക് എത്തുന്നത്. ഈ ഒരു കാര്യം കേട്ട് നിങ്ങൾ വെഡിങ് നടത്തിയിട്ടുള്ള ഒരു അത് ശരി, അപ്പൊ ഞങ്ങളുടെ കൂളാക്കിയിട്ട് നിങ്ങളുടെ നന്നാക്കായിരിക്കായിരുന്നു. അല്ല, ആ ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് വെഡിങ് എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാരെ കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുക. നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് മൊമെന്റുകൾ ക്യാപ്ചർ ചെയ്യുക, അവരുടെ ആ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിന്റെ ആ ഇമോഷൻസ് നമ്മൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കണമെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറയണം. ഇത് കല്യാണത്തിന് വരുന്നവർ എന്തിനാ വരണമെന്ന് പോലും അവർക്ക് അറിയില്ല. കുറെ പേര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകണം എന്നുള്ള ധൃതിയിൽ നിൽക്കുന്നവരുണ്ടായിരിക്കാം. കല്യാണച്ചക്കനും പെൺകുട്ടിക്കും പോലും അറിയില്ല ഇതൊക്കെ ആരാന്നുള്ള രീതിയിൽ അവർ ഗസ്റ്റുകൾ കയറി വരുമ്പോ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കണേ ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങൾക്ക് അറിയണമല്ലേ, ഞങ്ങൾക്കൊക്കെ ഈ ഫോട്ടോഗ്രാഫി സൈഡിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാറുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് നമ്മുടെ കല്യാണം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേര് അവർക്ക് എന്നും ഓർത്തു വെക്കാൻ പാകത്തിന് നമ്മളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നു. ആ സ്പേസ് ആ കല്യാണം കഴിഞ്ഞാലും എന്നും ഓർമ്മയിൽ നിൽക്കണം, ആ ദിവസം എന്നും ഓർമ്മയിൽ നിൽക്കണം എന്നുള്ള പ്ലാനിലാണ് ഞാനും മെലിനും ഈ ഒരു കാര്യമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമുക്കൊരു സ്പേസ് കിട്ടി. ആ സ്പേസ് ദൈവം സഹായിച്ച് ഇപ്പോൾ എല്ലായിടത്തും ആ മനേനെ കുറിച്ചാണ് ചർച്ച. ഇപ്പൊ ഇവിടെ കയറി വരുമ്പോഴും ചോദിച്ചു കേട്ടില്ലേ ആ മന എവിടെയായിരുന്നു? ആ മന കക്കാട്ട് മന എന്ന് പറഞ്ഞ സ്പേസ്. എന്റെ പൊന്നിടാവേ, ഈ ജില്ലയുടെ ഒരു അതിർത്തിയിൽ കൊണ്ടിട്ടുള്ള ഒരു മനയിലാണ്, ഈ കക്കാട്ട് മനയിലാണ് ഒരു ഈ ഒരു അഡാർ ഐറ്റം സെറ്റ് ചെയ്ത്. എന്റെ അതിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. രേവതി, അതിനു മുമ്പ് എന്തെങ്കിലും കല്യാണം ഇതുപോലെയൊക്കെ ചെയ്ത് വൈറലായി, ഇനി വേറെ എന്തൊക്കെ ഫസ്റ്റ് നൈറ്റ് ഒരു വൈറലാക്കോ എന്നൊരു പേടിയുണ്ടായിരുന്നു ആ സമയത്ത്? അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം അങ്ങനെ എങ്ങനെയോ വൈറലായിട്ടുള്ളവരല്ല ഇവർ ചെയ്തിരിക്കുന്ന ഓരോരോ പോയിന്റ്സും വൈറലാക്കാനുള്ള ഒരു കണ്ടന്റ് ഉള്ള ഒരു സാധനങ്ങളായിരുന്നു. ഒരൊറ്റ കല്യാണം, ഈ ഒരു കല്യാണമാണ് വൈറലാവുന്നത്. ആക്ച്വലി സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണുന്ന ആദ്യത്തെ ഒരു കാഴ്ച തന്നെയായിരുന്നു നിങ്ങളുടെ കല്യാണം. പലരും ഒരു ദുരന്തമായിട്ട് മാറുന്ന ഒരു സാധനമായിട്ടാണ് ഈ കല്യാണത്തിനെ കാണുന്നത്. പക്ഷെ അതിൽ നിന്നും വേറിട്ടൊരു ചിന്ത വന്നു. പലരും പറയുന്നത് ദൈവം എനിക്ക് ഈ ഒരു മൊമെന്റ് കിട്ടാനായിട്ട് എങ്ങനെ ഒരു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു വരുന്നത് അല്ലേ? ഇപ്പൊ ഞാനും എനിക്ക് രാഹുലിനും ചേട്ടനാണ്, എന്റെ ബ്രദറാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു വെഡിങ് കമ്പനിയാണുള്ളത്, ആർ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ വർക്കിന് പോകുമ്പോൾ 1000 പേര് 2000 പേര് പരിപാടി എടുക്കുമ്പോൾ ഞങ്ങൾ എന്നും സ്റ്റക്കാണ് അവിടെ പോയിട്ട്. കല്യാണം ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ആൾക്കാരെ പറഞ്ഞ് നോക്കും, അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. ആരും ഫുഡ് കഴിക്കണമെന്ന് തുറന്നു കഴിഞ്ഞാൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ തിരിച്ചു പോകുന്ന ആൾക്കാരാണ് കൂടുതൽ ഉണ്ടാവാറ് കല്യാണത്തിൽ. അപ്പൊ ഞാൻ എന്റെ കല്യാണം ദിവസം ഞാൻ ആദ്യം ചേട്ടൻ്റെ അടുത്താണ് എത്തിയത്. അപ്പൊ എനിക്ക് എന്റെ മെൻഡറാണ്, എന്റെ ആശാൻ, എന്റെ എല്ലാ കാര്യങ്ങൾക്കും അവിടെയാണ് ഓടി എത്താറുള്ളത്. നമുക്ക് വെഡിങ് നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഈ വെഡിങ് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കല്യാണത്തിന് കാര്യങ്ങളൊക്കെ എത്തി. ഫസ്റ്റോൾ ഇവളുടെ അച്ഛനമ്മയും എൻ്റെ അച്ഛനമ്മയും എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. അതിന് ഏറ്റവും വലിയ കാര്യം ആൾക്കാരെ കുറച്ച് ചെയ്യണം, ഈ പരിപാടി ഇങ്ങനെ ആക്കണം, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കക്കാട്ടുവനിൽ എത്തിയപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നമൊക്കെ ആണെങ്കിൽ ഇവിടെ കല്യാണം മുന്നേ നടന്നിട്ടുണ്ടോ, അമ്മയുടെ ചോദ്യം. അങ്ങനെ കല്യാണം മുന്നേ നടന്നിട്ടുണ്ടോ, അവൻ അവർക്ക് ടെൻഷനാണല്ലോ, ശാപം കിട്ടിയ മനയാണോ, അങ്ങനെയൊക്കെ വെച്ചിരുന്നു. സംസാരിച്ചു, അമ്മേനെ കൺവിൻസ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഈ ഇവിടേക്ക് എത്തണത്, ഈ പരിപാടിക്ക് എത്തണം. ഫ്രണ്ട്സ് തന്നെയാണ് മെയിൻ ആയിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് നിന്നിരുന്നത്. എന്റെ ലോകം അവരാണ്, എനിക്ക് അപ്പുറത്തൊന്നുമില്ല. എന്റെ ഫ്രണ്ട്സ് ആണ് എന്റെ ലോകം. നമ്മുടെ കല്യാണം വീട് വൈറലായാലും കൂടുതൽ പേര് ചോദിക്കുന്നത് എന്താ, നിങ്ങളുടെ ടീമിനെ റെന്റ് കിട്ടുമെന്ന്. രേവതി, എങ്ങനെയാ ഈ ഒരു സാധനം നമ്മൾ തന്നെ വൈറലായത് നമ്മൾ പോലും അറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം എപ്പോഴാണ് മനസ്സിലായത്? കല്യാണം കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ ഞങ്ങൾ റിസപ്ഷൻ ഒരു ദിവസം വിട്ടിട്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റിട്ട് മിലൻ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി. ഞാനും പൈസ കൊടുക്കാൻ പോയി, സ്വന്തം കോസ്റ്റ്യൂംസ് റെഡിയാക്കാൻ പോയിട്ടുണ്ട്. റാൻഡംലി ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പൊ ആദ്യം ഒരു റീല്, ആരും ഇറക്കിയ റീല്, ആരാണ് ഈ മിലൻ, ആരാണ് ഈ രേവതി, ആ റീല്. അപ്പൊ ഞങ്ങള് ഇതാരാ, ഇത് ഞങ്ങളല്ലേ, ഞങ്ങളല്ലേ എന്നുള്ള രീതിയിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോ ഒരു ഉച്ചക്കൊക്കെ ഫുള്ള് ഇതന്നെയാ കാണുന്നേ. ആരും അറിയാത്തവര്
എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു, ഞാൻ ഇപ്പൊ പബ്ലിക് ആക്കി. അതെ, ഇനി യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങാന്നല്ലേ? അത് തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ. ആരും നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് വളരെ ചുരുക്കം കുറച്ച് പേര്, ഒരു 50ഓളം പേര്, അവരുടെ ഒരു ലോകത്ത് നിൽക്കുമ്പോൾ കല്യാണം ഇച്ചിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് അല്ലേ? അതെന്ന് പറയുമ്പോഴേ ഈ പറയുന്നത് പോലെ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ബിഗ് ബോസ് എന്നൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിനെ വിളിക്കുക. ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടുള്ള ഞങ്ങളുടെ ബിഗ് ബോസ് ഗ്രൂപ്പ് എന്ന് പറയുക. മിലന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ കല്യാണം. അപ്പോൾ അതിനെ ഞങ്ങൾ വരവേൽക്കുന്നത് ഒരുപാട് ഗൾഫ് മെമ്പേഴ്സ് ഉണ്ട്, പുറത്ത് പ്രവാസികളുണ്ട്, ഇവരെല്ലാവരും നാട്ടിൽ വരുന്നു. ഡാൻസ് പ്രാക്ടീസ് പരിപാടികൾ ഇതൊക്കെ സൈഡിലൂടെ നടക്കണതിന് കൂടിയിട്ട് നമ്മളപ്പുറത്ത് ഇവന്റ് സൈഡും കൂടി നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, നമ്മുടെ നമ്മളൊരു പിക്ചർ ഉണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെയാണ് വെക്കേണ്ടത്, ഇന്ന സ്ഥലത്ത് ഇന്നത്, അതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ അവിടേക്ക് വേണ്ട കുരുത്തോല ആയിക്കോട്ടെ, കുറേ പേര് അവിടെ കോലം പണിയുന്ന വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ വെറുതെ എൻ്റെ ഒരു പേജിൽ ജസ്റ്റ് രാഹുൽ രവി തിങ്സ് പറഞ്ഞൊരു പേജ് ഉണ്ട്, ആ പേജിൽ ഞാൻ ഒരു കോലം വരയ്ക്കുന്ന വീഡിയോ ഇട്ടാണ്. പിറ്റേ ദിവസം നോക്കുമ്പോൾ 1 മില്യനാ. അപ്പൊ അവിടെ നിന്നാണ് ഇത് പടക്കം പൊട്ടിക്കണ പോലെ കയറി പോണത്. പിന്നെ അവിടെ നിന്ന് ഇറക്കിയ വീഡിയോസ് ഒക്കെ ഹിറ്റ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇതിന് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തോണ്ടാണ്. ഈ പറയുന്നത് പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവരെല്ലാവരും മിലന്റെ കല്യാണത്തിന് വേണ്ടി നിന്നത് അത്രയും വാല്യൂബിൾ ആയിട്ടാണ്. ആ വാല്യൂബിലിറ്റി എന്ന് പറയുന്നത് വെറുതെ ഒരു കുർത്തിയിട്ട് വന്നിട്ട് പരിപാടി കണ്ട് ഭക്ഷണം കഴിച്ച് പോണ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരല്ല ഞങ്ങള്. അത് തന്നെയാണ് വിജയം അല്ലേ? കാട്ടൂരുള്ള വലിയ പേരെ മൂത്ത മോളുടെ പെങ്ങളുടെ അളിയനെ വിളിക്കണ്ട നമുക്ക് എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള എല്ലാവരും വിളിച്ചു കൂട്ടി എങ്ങനെ അടിച്ചു വാരി കൂട്ടുമ്പോൾ ഏകദേശം ഒരു 1000 പേര്. ഈ ഒരു 1000 പേർക്കുള്ള സദ്യ ഒരുക്കിയിട്ട് അതിനുള്ള ഒരു ലോൺ അടച്ചു വീട്ടാനായിട്ട് പിന്നീടുള്ള ഒരു 15 കൊല്ലം ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ആ ഒരു കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ അവർക്കൊരു ഊണ് കൊടുക്കാൻ വേണ്ടി ആകരുത് ഒരു കല്യാണം. റൈറ്റ്? ഓ കലക്കി അതന്നെയാണ് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മെയിൻ കാര്യം. ഹലോ. ഓക്കെ, അതിന്റെ ഇടയിൽ രേവതിക്ക് അയ്യോ ഒരു മൂടായിണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഇല്ല, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മിലൻ, രേവതി ആൻഡ് രാഹുൽ രവിയാണെന്ന് നമ്മളൊപ്പം ചേരുന്നത്. ഈ ഒരു കല്യാണം ഇങ്ങനെ ആവണം നമ്മുടെ കല്യാണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവരുത് കല്യാണം എന്ന് പറയാനായിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഒരു നേരത്തെ സദ്യ കൊടുക്കാനായിട്ടുള്ള ഒരു സാധനമല്ല നമ്മുടെ കല്യാണം അല്ലേ? നമ്മുടെ ഏറ്റവും ചുരുക്കം ചിലവർ മാത്രം ഇന്റിമേറ്റ് ഒരു വെഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഏറ്റവും സ്വീകരണമായിട്ട് നിൽക്കുന്ന അവരിൽ കുറച്ച് പേരെ മാത്രം ചുരുക്കി വെച്ചിട്ടുള്ള ഒരു കല്യാണമായിരിക്കണം. എന്ത് തോന്നുന്നു? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയിലുള്ള കാരണം ഞാൻ എല്ലാ കല്യാണവും നമ്മൾ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ, ഞാൻ ഈ കല്യാണത്തിന് എൻട്രിയിലേക്ക് അവിടെ എത്തിയിട്ട് ഞാൻ നോക്കുമ്പോൾ, ഞാൻ 360 അടിച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള മുഖങ്ങൾ. എല്ലാവരും കൂടി ഹായ് പറഞ്ഞു, എല്ലാവരും ഒന്ന് ഹഗ് ചെയ്യണു. എനിക്ക് ആരും അറിയാത്തില്ല, എല്ലാവരും എന്നെ അറിയുന്നവർ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ. അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചുരുക്കം ചിലർ മാത്രമായിട്ടുള്ള ഒരു കല്യാണം തന്നെയാണ് വേണ്ടത് ഇനിയുള്ള കാലഘട്ടത്തിൽ. അതെ. ഈ കാരണം പാരന്റ്സിനെ സംബന്ധിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മളുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഗോൾഡിന്റെ വിലയൊക്കെ ഈ ലെവലിൽ വന്ന് നിൽക്കുമ്പോൾ പാരന്റ്സ് സ്ട്രഗിൾ ചെയ്യുന്നത് അവർ കടന്നു പോണ ഒരു മാനസികാവസ്ഥ. ഞാൻ സത്യം പറഞ്ഞ രേവതിയുടെ അച്ഛൻ്റെ അമ്മയോടും അന്ന് ചെന്നിരുന്നു പറഞ്ഞു, ഈ കല്യാണം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നടത്തണം, ഒരുപാട് ഓർമ്മകൾ സേവ് ചെയ്യണ രീതിയിലായിരിക്കണം നമ്മുടെ ഈ കല്യാണം. ഭയങ്കര കൺസേൺ ഉണ്ട്, കാരണം വീട്ടിലെ മൂത്ത പെൺകുട്ടിയാണ് രേവതി എന്ന് പറയുന്നത്. അപ്പോൾ രേവതി മാമിനെ സംബന്ധിച്ച്, രേവതി മാമിനെ വിളിക്കുക ഞങ്ങള്. അപ്പോൾ രേവതി മാമിനെ സംബന്ധിച്ച് അതെ കുറച്ച് കൊള്ളാട്ടകള് ഇപ്പൊ അവരുടെ കാലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ മനസ്സിലുള്ള ഒരു ആശയം ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ ഒരു ഓൾറെഡി 12,000 പേരുടെ ഒരു സദ്യ, ഒരു ഓഡിറ്റോറിയം, പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ള സെറ്റപ്പിൽ ഏതൊരു അച്ഛൻ്റെ പോലെ തന്നെയാണ് അങ്ങനെ ചിന്തിച്ചിട്ടായിരുന്നു. അതിൽ നിന്ന് പൊളിച്ചത് ഞങ്ങൾ സത്യം പറഞ്ഞെങ്കിൽ നമ്മള് ഒരു സീറോ ഗോൾഡ് കല്യാണമായിരുന്നു. അതെ. ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു മാതൃക കൂടിയാണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ചത് അല്ലേ? അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഇതൊക്കെ സേവ് ചെയ്തിട്ട് ഇവരെ എങ്ങനെയും യാത്ര പോട്ടെ, എങ്ങനെയും ട്രിപ്പ് പോട്ടെ, നാളത്തെ ഓർമ്മകൾ സേവ് ചെയ്തിട്ടവര്. അല്ലാണ്ട് ഇത് ഈ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു കുറെ ഗോൾഡിന്റെ കടം വീട്ടുന്ന ലോൺ വീട്ടുന്ന ജീവിതം ആവരുത്. ആ ഒരു കളർ ടോൺ ഭയങ്കര രസമായിരുന്നു നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ. അതിന്റെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അവൻ അല്ലേ, അവൻ തന്നെ സ്വന്തം വിവേക് പീസ് ചെയ്തു. അത് നമ്മുടെ കുടുംബത്തിൽ എന്ത് പരിപാടി നടക്കണമെങ്കിലും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ടീമിൽ എന്ത് ഫോട്ടോഗ്രാഫി നടക്കുകയാണെങ്കിലും കോസ്റ്റ്യൂം സ്റ്റൈലിംഗ് അവന് തന്നെയാണ്. അല്ലാതെ എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഇടാനായിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ഒരു കുർത്ത ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ നിങ്ങളുടെ കൊച്ചിന്റെ പേര് വിളിക്ക് ഞാൻ ഇട്ട് വരട്ടെ? നമുക്ക് ഡ്രസ് കോഡ് പിന്നെ തരുന്നുണ്ട്, അങ്ങനെ ആക്കാം. കുറച്ച് സമയം എടുക്കും. ഇല്ലല്ലേ, അതും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊരു മുടിഞ്ഞൊരു ഇന്റർവ്യൂ വന്ന് അവിടെ ഞാൻ പെട്ട് ലോക്കായി പോയടാ മക്കളെ. എനിക്ക് നിങ്ങളെ ഒരു കല്യാണത്തിലേക്ക് എത്താൻ പറ്റിയില്ല, പക്ഷേ ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട്. ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് കത്തി കയറിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടെസ്റ്റ് മാച്ച് വളരെ ദൈർഘ്യമേറിയിട്ടുള്ള ഒരു
ഇന്നിങ്സ് വളരെ മനോഹരമായിട്ട് തന്നെ ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് ശപിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത്. അതന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഇവരൊരു കാരണ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ കല്യാണമൊക്കെ നടത്തി, കല്യാണമൊക്കെ കണ്ട് ഇതൊക്കെ ഭംഗിയായിട്ട് സോഷ്യൽ മീഡിയയിൽ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒരുപാട് വീക്ഷിക്കുന്ന ഇവരുടെ ജീവിതം എങ്ങനെയാണ്, അതെ അതെ അതെ. ആ ലൈഫും കൂടി അത് ഇതിലും സുന്ദരമായിട്ടുണ്ടെങ്കിൽ താലി പിടിച്ച നാളാണേ, അത് നോക്കണ്ടേ. ക്ലബ് ഓഫ് എം 104 മുനീറ്റില് ഞാൻ RJ വിനീതാണ്. മിലൻ ആൻഡ് രേവതി സോഷ്യൽ മീഡിയയിലെ ആ ഒരു വൈറൽ കല്യാണത്തിന് കാരണക്കാരായിട്ടുള്ള രണ്ടുപേരാണ്. ആൻഡ് അവരോടൊപ്പം ഇതിന്റെ കാരണവരുടെ ആ ഒരു റോളില് രാഹുൽ രവിയാണ് കൂടെയുള്ളത്. അല്ല രാഹുലെ, നിനക്കൊരു കല്യാണം ഇനി വേണ്ട മോനെ? ഇല്ലടാ വേണ്ട, നീ ആ നെടുവീർപ്പിൽ എനിക്ക് കാര്യം മനസ്സിലായല്ലോ. ആൻഡ് ഇവിടെയുണ്ട് കണക്കിന് ഫൺ. എന്താ രാവിലെ ആ ഫണ്ണിന്റെ ഒരു ഫണ്ണ് പോരാ. കല്യാണത്തിന് മൂട് പോയി